സാഹിത്യത്തിലെ കരുത്തുറ്റ സ്ത്രീ ശബ്ദമായ കെ.ആർ. മീരയുടെ ഏറ്റവും പുതിയ നോവലാണ് കലാച്ചി. സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പൗരത്വ പ്രതിസന്ധികളെയുമൊക്കെ ഒരു യക്ഷിക്കഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ നോവൽ സ്വന്തം നാട്ടിൽ പെട്ടെന്നൊരു ദിവസം അന്യരായിത്തീരുന്ന മനുഷ്യരുടെ ആന്തരിക സംഘർഷത്തിന്റെ കൂടി കഥയാണ്. ഉറഷിമ താരോ എന്ന ജാപ്പനീസ് യക്ഷിക്കഥയെ വളരെ മനോഹരമായി കൂട്ടിയിണക്കിയിരിക്കുന്ന ഈ നോവൽ സമകാലിക ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളുടെ ഒരു വലിയ രൂപകമാണ്. മീരയുടെ മറ്റ് കൃതികളിലെ പോലെ തന്നെ അധികാരത്തോടും പാരമ്പര്യത്തോടും കലഹിക്കുന്ന ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ കലാച്ചിയിലും കാണാം. ഖസാക്കിസ്ഥാൻ പോലെയുള്ള വിദേശ രാജ്യത്തിലൂടെയുള്ള സഞ്ചാരവും ചരിത്രപരമായ ഉൾക്കാഴ്ചകളും നോവലിന് ആഗോള സ്വഭാവം നൽകുന്നുണ്ട്. അനുവദിക്കപ്പെട്ടവയിൽ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ മാത്രം പൗരാവകാശങ്ങളെ എനിക്കുണ്ടായിരുന്നുള്ളൂ. ചെന്നുകയറിയ രാജ്യത്ത് എത്ര തലമുറ ജീവിച്ചാലും വോട്ടവകാശം ലഭിക്കാത്ത അഭയാർത്ഥിയെപ്പോലെ. കമാനങ്ങളും ചിത്രപ്പണി ചെയ്ത തൂണുകളുമുള്ള ആ മാളികയ്ക്കുള്ളിൽ അപൂർണ വ്യക്തിയായിരുന്നു ഞാൻ. ഇജാസ് അലിയുടെ ഒപ്പം ഞാൻ ഇറങ്ങിപ്പോയത് നിസാമിനെ വെറുത്തതുകൊണ്ടോ മടുത്തതുകൊണ്ടോ ആയിരുന്നില്ല. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണവും അധികാരവും ഒരിക്കലെങ്കിലും പ്രയോഗിക്കാനുള്ള അത്യാഗ്രഹം മൂലമായിരുന്നു. കഠിനമായ ഗവേഷണങ്ങളിലൂടെയും യാത്രകളിലൂടെയുമാണ് മീര ഈ നോവൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. പൗരത്വം വെറുമൊരു രേഖയല്ല, മറിച്ച് അത് മനുഷ്യന്റെ അസ്തിത്വമാണെന്ന് കലാച്ചി ഉറക്കെ പറയുന്നു.